അപ്പോൾ ഗായ്സ് നമ്മളിതാ വീണ്ടും വേറൊരു കിഡിലുള്ള ഒരു ലൊക്കേഷൻ കണ്ടിരിക്കുകയാണ് ഓൺ ദ വേ. യെസ് ഐ വിൽ കണ്ടിന്യൂ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പം നമ്മൾ ഷാർജ കൽബ റോഡിൽ നിന്ന് നമ്മൾ ഷാർജയ്ക്ക് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഈ ലൊക്കേഷൻ കണ്ടത്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കണ്ടോ. ക്യാമ്പ് വന്ന് ഒരു ബാർബക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ. ഓ എന്താല്ലേ കീടിലും സ്ഥലം. സൂപ്പർ ലൊക്കേഷൻ അല്ലേ ഇത്, ഉണ്ടല്ലേ. ആഹാ അങ്ങനെ ഗായ്സ് ഇതാ വേറൊരു ലൊക്കേഷൻ ബാക്കിലോട്ടില്ലേ. എന്താ വ്യൂ, നല്ല വ്യൂ അല്ലേ. അടിയിലല്ല ബാക്കിൽ നല്ല രസമുള്ള ലൊക്കേഷനിൽ. ആഹാ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. ഇവിടെയൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ഒന്നുമല്ല കേട്ടോ, നല്ല അഴുക്ക് വെള്ളമാണ്. നല്ല രസമുള്ള സ്ഥലം. മരങ്ങളുള്ളതുകൊണ്ടേ ഒരു ഭംഗി വേറെയാണ്. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് മെയിൻ റോഡ്. അത്യാവശ്യം ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷൻ കേട്ടോ അവിടെ. പക്ഷെ തണൽ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയാൽ തണൽ കിട്ടും. ഈ ഒരു ഏരിയ കേട്ടോ. ആ മരം നിൽക്കുന്നൊക്കെ ശരിക്കും ഈ മരങ്ങൾ വെള്ളത്തിൽ അല്ലല്ല വെള്ളത്തിൽ ഈ മരങ്ങൾ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഡബിൾ ഭംഗിയായി. വെള്ളം മാത്രമല്ല, മരങ്ങളും അതിലുണ്ട്, ചെടികളും മരങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനൊരു ഭംഗി വേറെ തന്നെയാണ് ശരിക്കും, ഉണ്ടല്ലേ. കീടിളം സ്ഥലം. നല്ലൊരു ലൊക്കേഷനാണ്. ഇന്ന് നടക്കാൻ കുറച്ച് അയ്യോ ഇത്ര നേരം വണ്ടി ഓടിക്കായിരുന്നേ. കാലെല്ലാം ഇങ്ങനെ എന്താ പറയുക തരിച്ചു പോയി. നട്ടുച്ചക്കായിട്ടോ ഞാനീ നടക്കുന്നത്. ആൾക്കാർ പറയും വട്ടാണെന്ന്, പക്ഷെ ഈ വട്ടിനൊരു സുഖം വേറെ അല്ലേ. മൊത്തം ഈച്ചയാട്ടോ ഈ ഭാഗത്ത്, ഫുൾ ഈച്ചയുടെ കളിയാണ്.
വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ ഫുൾ ഈച്ച കയറി നിറയും അങ്ങോട്ട്. അടിപൊളി. സോ ഗായ്സ്, ഇതാ അടുത്ത സ്പോട്ട്. ഓ, ഇവിടെ 1.5 ലൊക്കേഷൻ കേട്ടോ. ഇത് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരു ചെറിയ മഴ പെയ്തപ്പോഴേക്ക് ഇത്രയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ മഴയല്ല കേട്ടോ, ശരിക്കും നല്ല കിടുക്കാച്ചി മഴ പെയ്തത്. ഒരു വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ, വെള്ളം കണ്ടില്ല ഗൈസ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഓ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയിരിക്കുകയാണ്. അങ്ങോട്ട് വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഗൈസ്, ഞാൻ തൊപ്പി എടുത്തിട്ട് ഭയങ്കര ചൂട് പുറത്ത്. അടുത്ത സ്ഥലം കിടക്കാച്ചി സ്ഥലം എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി സ്ഥലം. അവിടെ നിന്ന് വലിച്ചു വരുന്ന കേട്ടോ ആ ഭാഗത്തുനിന്ന്. ഇവിടുന്ന് വെള്ളം ഒലിച്ചങ്ങ് പോവാട്ടോ, കണ്ടോ ആ ഭാഗത്തേക്ക് ഒക്കെ പോകുന്നുണ്ട്. നടന്നിട്ട് വരാം. ഭാഗത്തൊക്കെ ശരിക്കും വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. തണുത്ത വെള്ളം. ചൂടത്ത് തണുത്ത വെള്ളത്തിൽ നടക്കാൻ നല്ല സുഖമുണ്ട്. വൃത്തിയുള്ള വെള്ളമാണെന്ന് എനിക്ക് അറിയണം കേട്ടോ. അമ്മ ഒഴുകിയിട്ടാണ് വരുന്നത്.
അവിടെ കെട്ടിന്ന് ഒഴുകി വരുന്നുണ്ട്. എന്തായാലും വെള്ളത്തിന് സ്മെല്ലൊന്നുമില്ല. ഈ ഭാഗത്ത് കണ്ട ഇവിടെ ഞങ്ങൾ ആ ഭാഗത്ത് തൊട്ടിട്ട് ഒഴുകി ഇങ്ങനെ വരിക. രസമുണ്ടല്ലോ കാണാൻ. കാലും വല്ല ചൊറി പിടിക്കണോ? അപ്പോൾ ഗായ്സ്, അത്യാവശ്യം ഇഷ്ടം പോലെ ഫുട്ടേജ് നമുക്ക് കിട്ടി. നല്ലൊരു കണ്ടൻ്റ് ആയിരുന്നു. ഇത്രയും വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രാവിലെ ഇറങ്ങി നന്നായി എന്തായാലും. ഓ, അപ്പം ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ ഒടുക്കത്തെ ചൂട്. കാറ്റുണ്ട്, നല്ല ചൂടുണ്ട്. അമ്മേ. അപ്പോൾ ഈ ലൊക്കേഷൻ ഒന്നൊന്നര ലൊക്കേഷനായത്. അപ്പോൾ ഞാൻ എടുത്തതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്ക് വെള്ളച്ചാട്ടം കിട്ടിയതുകൊണ്ട് അവിടെ വെള്ളച്ചാട്ടം ഉള്ളത്. അങ്ങോട്ട് ഒലിച്ചു പോവാ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണണമെങ്കിൽ കണ്ടോ, തുമ്പിയൊക്കെ പറക്കുന്നുണ്ടല്ലേ. മഴ പെയ്തപ്പോഴേക്കും തുമ്പിയൊക്കെ വന്നുകൊണ്ടില്ലേ. അടിപൊളി.